മറ്റു വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം എന്നതാണ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. രാഹുലിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് സൂചന. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. വിവരങ്ങളുമായി ടി.ജി. സജിത്ത്, ഏറ്റവും പ്രധാനം ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ രാഹുലിനെതിരെ എന്തൊക്കെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നോ അത് കോടതിയിൽ അത്ര കണ്ട് അത് കോടതിക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ? അതെ, 18 ദിവസത്തിന് ശേഷമാണ് രാഹുൽ പുറത്തിറങ്ങാൻ പോകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും പുറത്തിറങ്ങുമെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ വയ്യാത്ത കാര്യം മറ്റൊരു കേസിലുള്ള കോടതി ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു എന്നതുകൂടിയാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. രാഹുലിനെതിരെ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി കസ്റ്റഡിയിൽ തുടരണം എന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് പൂർണ്ണവുമായി അന്വേഷണവുമായി സഹകരിക്കണം, അന്വേഷണത്തിന് യാതൊരു തടസ്സവും രാഹുൽ കൊണ്ടുവരരുത്, ഒപ്പം സമൂഹ മാധ്യമങ്ങൾ വഴി ഇരകളെയോ മറ്റു ബാധിക്കപ്പെട്ടവരെ ആരെയും ഭീഷണിപ്പെടുത്തരുത്, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം അടക്കമുള്ള ഉപാധികളാണ് ജാമ്യത്തിന് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം മൂന്നാമത്തെ കേസിലാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത്. മറ്റ് 2 കേസുകളിലും കോടതി നടപടികൾ മൂലം രാഹുലിന് മാറി നിൽക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒടുവിൽ പാലക്കാട് വെച്ച് നാടകീയമായ അറസ്റ്റാണ് ഈ മൂന്നാമത്തെ പരാതിയിൽ ഉണ്ടാവുന്നത്. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരു യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റും നടപടിക്രമങ്ങളും ഉണ്ടായത്. നേരത്തെ തന്നെ ഈ യുവതിയുടെ പരാതിയിൽ ഈ സൈൻ രേഖപ്പെടുത്തിയത് നിലനിൽക്കുന്നതല്ല എന്ന വാദം പ്രതിയുടെ അഭിഭാഷകർ ഉന്നയിച്ചതാണ്. പക്ഷേ കോടതി ഇത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് പിന്നീട് അത് ജയിലിലേക്ക് പോവുകയടക്കമുള്ള 18 ദിവസത്തെ നടപടിക്രമങ്ങളിലേക്ക് നീണ്ടുപോയത്. എന്തായാലും രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയും എന്നതാണ് നിലവിലെ സാഹചര്യം. പക്ഷേ മറ്റേ ഒരു കേസിൻ്റെ വിധി സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങളെയും സ്വാധീനിച്ചിരിക്കും. നിലവിലെ സാഹചര്യം ഇതാണ്. പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലഭിച്ച് അത് കോടതി ജയിൽ കൈമാറി കഴിഞ്ഞാൽ സ്വാഭാവികമായും പുറത്തിറങ്ങാം. പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഹൈക്കോടതിയുടെ തീരുമാനമുണ്ടായാൽ ആ നടപടിക്രമങ്ങളും രാഹുലിൻ്റെ പുറത്തിറങ്ങലിനെ സ്വാധീനിച്ചിരിക്കുന്നു. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും പ്രമാദമായി ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിലാണ് ഒരു MLA ജയിലിൽ പോയത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒടുവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതിൽ ആകാംക്ഷയുണ്ട്. പക്ഷേ ഒരൊറ്റ ഘടകം കൂടിയുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ ബലാത്സംഗ പരാതി. അതിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വാദം കേൾക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം കുറ്റവാളിയാണെന്നും മുൻകൂർ ജാമ്യം നൽകരുത് എന്നുമാണ് അതിജീവിതയുടെ വാദം. രാഹുൽ 10ഓളം പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. പ്രായപൂർത്തിയാകാത്ത ഒരു അതിജീവിതയും അക്കൂട്ടത്തിലുണ്ട്. പ്രതി ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചുവെന്നും അതിജീവിത ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കും വരെ രാഹുലിന്റെ അറസ്റ്റിന് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഒരു വശത്ത് രാഹുലിന് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ കേസിൽ. രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്ന് അറിയാൻ ഇന്ന് ഹൈക്കോടതിയിൽ വരുന്ന ഈ കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അതിജീവിത കൂടി കക്ഷി ചേർന്നിട്ടുള്ള സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും കോടതിയിലെ നിലപാട് എന്നതിൽ ഉദ്വേഗമില്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം അതിജീവിത കക്ഷി ചേരുമ്പോൾ അതിജീവിത കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് 10ഓളം പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിട്ടുണ്ട്, അതിൽ പോക്സോ കേസുമുണ്ട് എന്നുള്ള കാര്യമാണ് കൂടുതൽ പ്രധാനമായും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. മാത്രമല്ല, തന്നെ ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചു എന്നും അതിജീവിത കോടതിയിൽ ബോധ്യപ്പെടുത്തും. മുൻകൂർ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും അതിജീവിതയും ശക്തമായി എതിർക്കുന്ന സാഹചര്യവും ഉണ്ടാകും. കോടതിയിൽ 1:45 രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് എറണാകുളം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്ന, അതായത് ആദ്യത്തെ കേസിലാണ് ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത്. ഇത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയതും. നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകരുതെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം തുടരുക തന്നെ ചെയ്തു. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ്
വെച്ചാണ് കേസ് പരിഗണിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ശ്രീജി സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ കേസിൽ ജാമ്യം ലഭിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാനാകുന്ന സാഹചര്യം നിലവിൽ നിൽക്കുമ്പോൾ ഇന്നത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നിർണായകമാവുകയാണ്. പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യമാണ് രാഹുൽ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടുന്ന സാഹചര്യമുണ്ട്. അതേസമയം മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ആ അറസ്റ്റ് തടഞ്ഞ നടപടി തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കാൻ പോകുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതേസമയം അതിജീവിതയും കൂടി കേസിൽ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സ്റ്റാറ്റസ് എത്രത്തോളം പ്രധാനമാണ്, അതല്ലെങ്കിൽ അത് എത്ര കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വിധിയുണ്ടാകുമെന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.